ഈ മാസം ആരംഭത്തിൽ ചൈനയെ പിടിച്ചുകുലുക്കിയ ദുരൂഹ വൈറസ് ബ്രിട്ടനിലും താണ്ഡവം ആരംഭിച്ചു. ജനുവരി 13 വരെയുള്ള കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിൽ ശ്വാസസംബന്ധിയായ പ്രശ്നങ്ങൾക്ക് പരിശോധനയ്ക്ക് വിധേയരായ 20 പേരിൽ ഒരാൾക്ക് വീതം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ബാധിച്ചിരിക്കുന്നു എന്നാണ്. പ്രായാധിക്യമുള്ളവരെയാണ് ഇത് ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. ശൈത്യകാലത്ത് ഇത്രയധികം പേർക്ക് ഈ രോഗം ബാധിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മാത്രമല്ല, ഡിസംബർ ആരംഭത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ രേഖപ്പെടുത്തിയ രോഗികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയോളം വരും ഇപ്പോഴുള്ള രോഗികൾ. യൂറോപ്പിലാകെ ഇത് ആശങ്കയായി മാറുന്നുണ്ട്. നിലവിൽ ഇംഗ്ലണ്ടിലെ HMPVയുടെ നില അത്ര ഗുരുതരമല്ല എന്നാണ് UK ആരോഗ്യ സുരക്ഷാ ഏജൻസി പറയുന്നത്. 8000 സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ അനുമാനത്തിലെത്തിയത്. ചൈനയിലെ ആശുപത്രികളിൽ രോഗികൾ നിറഞ്ഞു കവിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് HMPVയെക്കുറിച്ചുള്ള ആശങ്ക ലോകമെങ്ങും പടർന്നത്. ഇനിയും മരിക്കാത്ത കോവിഡ് ഓർമ്മകളായിരുന്നു മനുഷ്യനെ ഏറെ ഭയത്തിലാഴ്ത്തിയത്. HMPV എന്ന അധികം അറിയാത്ത എന്നാൽ അസാധാരണമല്ലാത്ത ഒരു വൈറസാണ് രോഗബാധയ്ക്ക് കാരണമെന്ന് അന്നുതന്നെ പ്രാദേശിക മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സാധാരണയായി ഒരു ജലദോഷത്തോളം മാത്രം അപകടകാരിയായ ഈ വൈറസ് പക്ഷേ ചിലരിൽ അതീവ ഗുരുതരമായ രോഗലക്ഷണങ്ങൾക്ക് കാരണമായേക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇംഗ്ലണ്ടിൽ പരിശോധനയ്ക്ക് വിധേയരായ കുട്ടികളിൽ 7% പേരിൽ HMPVയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മാസാരംഭത്തിൽ ഇത് 10% എന്നോർക്കണം. കുട്ടികളിൽ രോഗബാധ കുറയുമ്പോൾ വൃദ്ധരിൽ അത് വർദ്ധിച്ചു വരികയാണ് എന്നതാണ് ഏറെ ആശങ്കാജനകമായ വസ്തുത. അടുത്തിടെ ആശുപത്രികളിലെത്തി പരിശോധനയ്ക്ക് വിധേയരായ 80 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ 7.3% പേർ HMPV ബാധിതരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഡിസംബർ പകുതിയിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഇരട്ടിയായാണ് വർദ്ധിച്ചിരിക്കുന്നത്. 65 മുതൽ 79 വരെ പ്രായമുള്ളവർക്കിടയിലും രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കൂനിന്മേൽ കുരുവായി കുരങ്ങുപനിയും. HMPV പടരുന്നത് ആശങ്കപ്പെടുത്തുന്നതിനിടയിലാണ് അതിമാരകമായ കുരങ്ങുപനി ബ്രിട്ടനിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും അധികം അപകടകാരിയും മാരകവുമായ ക്ലേഡ് 1B മ്യൂട്ടേഷൻ സംഭവിച്ച ഇനമാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ബാധിക്കുന്ന 10-ൽ ഒരാൾ വീതം മരണപ്പെടും എന്നതാണ് ഇതിനെ ഏറ്റവും മാരക വേർഷനാക്കുന്നത്. ഇതുവരെ 7 പേരിലാണ് ബ്രിട്ടനിൽ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെയാണ് വൈറസ് ബാധ ഉണ്ടായത് എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. എന്നാൽ അടുത്തിടെ ഇവർ ഉഗാണ്ട സന്ദർശിച്ചു മടങ്ങിയെത്തിയിരുന്നതായി UK ആരോഗ്യ ഏജൻസി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാഡ് 1B ഇനം ഏറെ മാരകമാണെങ്കിലും ബ്രിട്ടനിൽ വ്യാപകമായി പടരാൻ സാധ്യത തീരെയില്ലെന്നാണ് ആരോഗ്യരംഗത്തെ പ്രമുഖർ കാണുന്നത്. UKHSA ചീഫ് മെഡിക്കൽ അഡ്വൈസർ പ്രൊഫസർ സൂസൻ ഹോസ്പിയൻസും പറയുന്നത് വ്യാപകമായ രീതിയിൽ ഇത് UK ബാധിക്കില്ല എന്നതുതന്നെയാണ്. രോഗബാധിതരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്തി നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. രോഗം കൂടുതൽ വ്യാപകമാകാതിരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണിത്. കഴിഞ്ഞ ഒക്ടോബർ 27-നായിരുന്നു ബ്രിട്ടനിലെ ആദ്യ കുരങ്ങുപനി സ്ഥിരീകരിച്ചത്. ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രോഗിക്കായിരുന്നു ഇത് സ്ഥിരീകരിച്ചത്.